എന്താണ് എന്താണ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചവനല്ലോടെ ആകപ്പാട് ഒരു സുഖമില്ല കാണാൻ. ഇല്ലല്ലോ, സന്തോഷം. എന്നാലേ എനിക്ക് അങ്ങോട്ടൊരു സുഖം തോന്നുന്നുണ്ട്. ഓ 100-ൽ 35, അതിൽ കൂടില്ല. ചേടാ വേണമെങ്കിൽ തോപ്പിച്ചോടെ, പക്ഷെ വിവേകിന്റെ മോഡറേഷൻ ഒപ്പം ഉണ്ടാവും. അമ്മ വരുന്നവരെ കാത്തിരിക്കണോ? ഞാൻ ചോറ് വിളമ്പട്ടെ? ആനുവലിന്റെ കലക്കുന്നുണ്ട്, ബൾബുകൾ കത്തുന്നുണ്ട്. ആന്റിമാരെ കണ്ടില്ലത് തുപ്പുന്ന പാവം, തുപ്പിച്ചേ ആരെ വരുന്നു? എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. പോട്ടെ.
സുനിൽ, കുട്ടികളെ, ചേച്ചി വന്നിട്ടുണ്ട്. ഫ്ലവർ ഷോയും പാർട്ടിയും ഇത്രയും നീളുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിണങ്ങിയിട്ടാണെന്നാ തോന്നുന്നത്. മുറി കിടക്കുക. കുഞ്ഞു വന്നപ്പോ ഞാനും ഇവിടെ ഇല്ലായിരുന്നു. ആ, സാരമില്ല. എന്നെ കാണുമ്പോ ഒരു സോറി പറഞ്ഞ പിണക്കൊക്കെ അങ്ങ് മാറും. ചേച്ചി ഉറങ്ങുവാ, വിളിക്കട്ടെ? വേണ്ട, ഉറങ്ങിക്കോട്ടെ. മൈ ഡിയർ ഡാഡി, എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. മമ്മിക്ക് തിരക്കാണ്. സുനിലും അനിലും ഉണ്ടായിരുന്നെങ്കിൽ നുള്ളിയും പിച്ചിയും വഴക്കുണ്ടാക്കായിരുന്നു. പക്ഷേ അവരെയും മമ്മി കൊണ്ടുവരിക. മമ്മി എനിക്ക് ഇഷ്ടമാണോ വെറുപ്പാണോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ എനിക്കറിയില്ല. എനിക്ക് കരയാൻ മാത്രമേ കഴിയൂ. സില്ലി ഗേൾ. മുടങ്ങാതെ 12 ആഴ്ച തൊഴണമെന്ന് എത്ര നാളായി വിചാരിക്കുന്നു. ഇപ്രാവശ്യമെങ്കിലും അസുഖം വന്ന് മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. പിന്നെ അസുഖമൊന്നും വരില്ലമ്മേ. അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വെറുതെ നുണ പറയണ്ട കേട്ടോ. കോളേജിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം നിന്റെ ഭക്തിയൊക്കെ എനിക്കറിയാം. പരീക്ഷ അടുക്കുമ്പോ മാത്രം എങ്ങുമില്ലാത്തൊരു പ്രാർത്ഥനയും വഴിപാടും. നുണയല്ലമ്മേ. എല്ലാവരുടെ മുമ്പിൽ ഷർട്ട് ഇടാതെ എങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറുക? ദേവിയുടെ അടുത്ത് പോകുമ്പോഴാ അവന്റെ ഒരു നാണക്കേടും കുറച്ചിലും. അങ്ങനെയുള്ള കുറച്ചിലൊന്നും എനിക്കില്ലമ്മേ. അമ്മയ്ക്കെന്നെ വിശ്വാസമില്ലോ. ഞാനിപ്പോ കാണിച്ചുതരാം. വേണ്ട വേണ്ട, എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. വാ. ഇല്ലമ്മേ, പ്ലീസ് ഒരു മിനിറ്റ്. നീ വരുന്നുണ്ടോ? വെറുതെ രാവിലെ അച്ഛനെ കൊണ്ടൊന്നും പറയിക്കാതെ. പൂ അകത്ത് തന്നെ വേണമെന്നുള്ള ഷുവറാണ്. നീ കണ്ടോ? പിന്നില്ലേ. അല്ല വിവേകെ, നീ തന്നെ ആ പൂവിട്ടതെന്ന് അവൾ എങ്ങനെ അറിയും? അയ്യടാ, അവന്റെ ഒരു സംശയം. അത്രയ്ക്ക് മണ്ടനൊന്നല്ലേ വിവേക്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പൂ തലയിൽ ചൂടണമെന്ന് എഴുതി അടിയിൽ വി എന്ന് സൈൻ ചെയ്ത് തന്നെ ഞാൻ ആ പൂ അകത്തേക്ക് എറിഞ്ഞത്. ഇപ്പൊ നിനക്ക് പിടിച്ചോ? രണ്ടിലൊന്നും പറയാമല്ല. രണ്ടിലൊന്നല്ല, വെറും ഒന്ന്. പാർവതിയുടെ മുടിയിൽ ഇന്ന് ആ പൂ ഉണ്ടാവും. അല്ലേ നീ നോയിക്കോ. വരുന്നു. കോളേജിൽ പോണ്ട പ്രായമൊക്കെ കഴിഞ്ഞ എന്റെ മക്കളെ. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. വരട്ടെ. എല്ലാ തിങ്കളാഴ്ച ഒരു പൂ കിട്ടിയിരുന്നെങ്കിൽ.
ചുമ്മാ അല്ല ഔട്ടായത്. മടലുകൊണ്ടാണല്ലോ ബാറ്റ് ചെയ്യുന്നത്. ഷെയിമില്ലേ? അയ്യേ, അച്ഛൻ വരുമ്പോ നല്ല ബാറ്റ് കൊണ്ടുവരുമല്ലോ. അത് അച്ഛൻ വരുമ്പോഴല്ലേ, അതുവരെ എന്ത് ചെയ്യും? അനിൽ, ദേ ആ ചേട്ടനെ കണ്ടോ? Vivek, right arm round the wicket, balls, and it's a sixer. ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാ. അവന്റെ കയ്യിൽ ഒരു 100 ബാറ്റുകളുണ്ട്. ഗവാസ്കർ സൈൻ ചെയ്ത്, റിച്ചാർഡ് സൈൻ ചെയ്ത്, അങ്ങനെ പലതും. ഞാൻ വേണം ഒരെണ്ണം സംഘടിപ്പിച്ചു തരാം. വേണോ? വേണോ? ദേ വിവേക്,